മാതൃഭൂമി ന്യൂസ് ബിഗ് ഇംപാക്ട് പാതിവില തട്ടിപ്പ് കേസിൽ വിപുലമായ അന്വേഷണത്തിന് തീരുമാനം. എഡിജിപിമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ക്രൈംബ്രാഞ്ച് നേരിട്ട് അന്വേഷിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം. അന്വേഷണ സംഘത്തെ നാളെ തീരുമാനിച്ചേക്കും. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അനന്തർ, നിർണായകമായ ഓരോ വിവരങ്ങളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ തട്ടിപ്പെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഈ അന്വേഷണം എങ്ങനെയായിരിക്കും? ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. പൂജ, സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേടായി മാറുകയാണ് ഈ പാതിവില തട്ടിപ്പ് എന്ന് പറയുന്ന സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനന്തു കൃഷ്ണനാണ് ഇതിൽ പ്രധാന പ്രതിസ്ഥാനത്തുള്ളത്. അതിനൊപ്പം തന്നെ ഈ അനന്തു കൃഷ്ണന് പിന്നിൽ എല്ലാ തട്ടിപ്പുകൾക്കും ചരടുവലിച്ചത് സായിഗ്രാമിൻ്റെ നേതൃത്വം നൽകുന്ന ആനന്ദകുമാറാണ് എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തുന്നു. ആനന്ദകുമാർ കൂടി പ്രധാന പ്രതിസ്ഥാനത്തേക്ക് വരും എന്നുള്ള സൂചനകൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നു. ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് ലോ ആൻഡ് ഓർഡർ ADGP മനോജ് എബ്രഹാമും ക്രൈംബ്രാഞ്ച് ADGPയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ സാമ്പത്തിക ക്രമക്കേടായതുകൊണ്ട് എക്കണോമിക് ഒഫൻസ് വിങ്ങിനാണ് ഈ കേസിന്റെ അന്വേഷണം വിടേണ്ടത്. എന്നാൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തന്നെ വിപുലമായ അന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ADGPമാർക്ക് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ADGPയുടെ മേൽനോട്ടത്തിൽ വിപുലമായ കൂടുതൽ അംഗങ്ങളെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകാനാണ് സാധ്യത. നാളെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായേക്കും. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ കൂടാതെ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെ സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചും ലോ ആൻഡ് ഓർഡറും ചേർന്ന് ഈ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ വേണം, ഏതൊക്കെ ഉദ്യോഗസ്ഥർ വേണം, എത്ര ഉദ്യോഗസ്ഥർ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും നിലവിൽ വിവിധ സ്റ്റേഷനുകളിലാണ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. ഇതിനെ ഒരു കുടക്കീഴിൽ ക്രോഡീകരിച്ചുകൊണ്ട് വിപുലമായ ഒരു അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇത് ചെറിയൊരു തട്ടിപ്പല്ല. സാധാരണക്കാരുടെ കോടിക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. ഈ തട്ടിയെടുത്ത പണം എന്തൊക്കെ ചെയ്തു, ആരൊക്കെയാണ് ഈ പണം വിനിയോഗിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള വലിയ അന്വേഷണം വേണം. നിലവിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ പ്രമുഖർക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് വിവിധ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട ആൾക്കാരടക്കമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ മേൽനോട്ടത്തിൽ വിപുലമായ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പൂജ, തീർച്ചയായും ഒരു ചെറിയ തട്ടിപ്പല്ല. എന്തായാലും അന്വേഷണ സംഘത്തെ നാളെയോടെ തീരുമാനിച്ചേക്കും. ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ആർ അനന്തകൃഷ്ണൻ ഇപ്പോൾ നൽകിയത്.